ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നാരങ്ങ അച്ചാറിടാം. ചെറിയ നാരങ്ങ ഇതുപോലെ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം. കഴുകിയ നാരങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ചെറിയൊരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നാരങ്ങ അതിലേക്ക് ഇടുക. കുക്കർ എടുത്തതെന്ന് വെച്ചാൽ നാരങ്ങ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനാട്ടോ. നമുക്ക് പാത്രത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് അത് അടച്ചു വെച്ച് 2-3 വിസിൽ വരെ കേൾക്കാവുന്നതാണ്. ഇനി ഇതിന് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, അതോടൊപ്പം 2 ഉണ്ടമുളകും കൂടെ എടുത്തിട്ടുണ്ട്. കാന്താരി ആണെങ്കിലും നല്ലത്, പച്ചമുളകാണെങ്കിലും നല്ലത്. അപ്പം എരി വേണ്ടുന്നത് നിങ്ങളുടെ ഇഷ്ടം. നാരങ്ങയ്ക്ക് ചേരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത്. അപ്പം മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഇതെല്ലാം എടുത്തിട്ട് അങ്ങനെ അരച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് വെച്ച നാരങ്ങ ഇതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആറിയതിന് ശേഷം അരിഞ്ഞെടുക്കുക. ഏത് സൈസാണോ വേണ്ടത് അപ്പോൾ അതനുസരിച്ച് അരിഞ്ഞെടുക്കുക. ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്. നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ വട്ടം ഞാൻ അങ്ങനെയാണ് ഇട്ടത്. ഈ കുക്കറിനകത്ത് ഇരിക്കുന്നത് നമ്മൾ നാരങ്ങയുടെ വെന്ത ഭാഗത്തു നിന്നുള്ള ചാറാണ്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അത് ചൂടായതിന് ശേഷം, ഇത് ഫ്രൂട്ടി അല്ല കേട്ടോ, പാം ഓയിൽ ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം പാം ഓയിൽ കുറച്ച് ഒഴിക്കുക. നമ്മൾ അച്ചാറിന് എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് പാം ഓയിൽ എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക്, ഉലുവ, ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടമുളകും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കറിവേപ്പിലയും. അപ്പോൾ ഇത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം. ഇനി ഇതൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് കായപ്പൊടി, ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എരിയുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം നല്ല രീതിയിൽ. കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ ചാറൊഴിക്കണം. പിന്നീട് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഈ നാരങ്ങ ആ അരപ്പുമായിട്ട് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ നാരങ്ങയിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നമ്മളുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.